ആൻസർ ഈ ന്യൂസ് കണ്ടിരുന്നോ? ആ കണ്ടിരുന്നു. നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സാറിനോട് ചോദിച്ചാലോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വാ ഇരിക്കേ. സർ ഇന്നത്തെ ന്യൂസ് കണ്ടായിരുന്നു. യെസ് സർ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ജയിച്ച താരം ഒരു ടൈപ്പ് 1 ഉള്ള വ്യക്തിയായിട്ടാണ് ന്യൂസിൽ കണ്ടത്. അതെ 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 കറക്റ്റ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഞാനും കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ 4 വയസ്സ് തൊട്ട് തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് കണ്ടുപിടിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. സർ അപ്പൊ എന്താണ് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്? അപ്പൊ നമ്മള് സാധാരണ നമ്മളിപ്പം പേഷ്യൻസ് നമ്മൾ ഒ പിയിൽ കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അവിടെ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുവരുന്ന ഡയബറ്റീസ് ആണ്, അമിതവണ്ണം, അങ്ങനെ പല ഫാറ്റി ലിവർ ഒക്കെ. പക്ഷേ ഈ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികളിൽ ഇൻസുലിന്റെ ഉൽപാദനം അങ്ങ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവുകയാണ്. ഇപ്പൊ എന്തുകൊണ്ട് കുറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. അതായത് സ്വന്തമായിട്ടുള്ള പ്രതിരോധ ശക്തി തന്നെ അവരുടെ ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുകയാണ്. അപ്പൊ അതിന് എന്തുകൊണ്ടെന്നുള്ള കാരണം ഇതുവരെ നമുക്ക് സ്ഥിരീകരിച്ചിട്ടുള്ള പല പഠനങ്ങൾ അതിൽ ആ മേഖലയിൽ നടക്കുകയാണ്. അപ്പൊ ഇവരിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ ഇൻസുലിൻ ഡെഫിഷ്യന്റ് ആണ് ഇവര്. സർ അപ്പൊ ഇവർ എപ്പോഴും ഇൻസുലിൻ എടുക്കണോ ലൈഫ് ലോങ്? യെസ്, അതാണ്. അപ്പം ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ഇപ്പൊ വരത്തേക്ക് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇൻസുലിൻ മാത്രമാണ് ചികിത്സാ രീതി. അതിന് 2 ടൈപ്പിൽ ഇൻസുലിൻസ് ഇവർക്ക് എടുക്കേണ്ടി വരും. ഒരു ഷോർട്ട് ആക്ടിങ് ഉണ്ട്, ലോങ് ആക്ടിങ് ഉണ്ടാവും. മാത്രമല്ല ഒരു ദിവസം 4 തൊട്ട് 6 പ്രാവശ്യം വരെയൊക്കെ ചിലപ്പോൾ ഇൻസുലിൻ എടുക്കേണ്ടി വന്നേക്കാം. ഇപ്പൊ ഈ നമ്മുടെ ജയിച്ച താരം പോലെ, സുരേവ് എന്ന് പറഞ്ഞ താരം പോലും നോക്കുകയാണെങ്കിൽ കളിയിലിടയിൽ പുള്ളി ഷുഗറും ചെക്ക് ചെയ്യുന്നുണ്ട്, പുള്ളി ഇൻസുലിനും എടുക്കുന്നുണ്ട്. അതെ സർ അപ്പം ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി CGM എന്ന് പറയുന്ന സെൻസർ ഉപയോഗിക്കുന്നതായിട്ട് അതിൽ പറയുന്നുണ്ട്. അതെ അതെ എന്തായിരുന്നു അത്? അപ്പൊ ഈ CGM സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കൈയുടെ പുറകിലൊക്കെയാണ് നമ്മൾ യൂഷ്വലി ഘടിപ്പിക്കുന്നത്. ജസ്റ്റ് ഒരു ചെറിയൊരു വട്ടത്തിലുള്ള കോയിൻ സൈസിലുള്ള ഒരു സെൻസറാണ്. അപ്പൊ ഇത് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിലെ വ്യതിയാനം മനസ്സിലാക്കി തരും. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ പുതിയ സെൻസറിലാണെങ്കിൽ മൊബൈൽ ആപ്പുമായിട്ട് ഘടിപ്പിച്ച് നിർത്താൻ പറ്റും. അപ്പൊ നമ്മൾ മൊബൈൽ ആപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ ഷുഗറിലെ വേരിയേഷൻസ് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയായിരുന്നു അദ്ദേഹം ഈ പറഞ്ഞ ഷുഗറിലെ വേരിയേഷൻ അനുസരിച്ചിട്ട് പുള്ളി ഇടയ്ക്ക് ഇൻസുലിനും എടുത്തിട്ട് പുള്ളി കളിച്ച് ഈ പറഞ്ഞ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ജയിച്ചത്. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. മാത്രമല്ല ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള കമ്മ്യൂണിറ്റിക്ക് വളരെയധികം ഒരു ബൂസ്റ്റിംഗ് ഫാക്ടറും കൂടിയാണ്. കാരണം പലപ്പോഴും ടൈപ്പ് 1 ഡയബറ്റീസ് കണ്ടിരിക്കുമ്പോൾ എല്ലാവരും വളരെയധികം ഡിപ്രസ്ഡ് ആവാറുണ്ട്, പാരന്റ്സും കുട്ടികളും എല്ലാം അല്ലെ. യങ്സ്റ്റേഴ്സിലാണ് കൂടുതൽ കണ്ടിരിക്കുക. ഇപ്പൊ ഇതേപോലെ 4 വയസ്സിൽ കണ്ടുപിടിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ യങ്സ്റ്റേഴ്സിലാണ് കൂടുതലും കാണുന്നത്. ഏത് പ്രായത്തിലും വരാം, പക്ഷെ യങ്സ്റ്റേഴ്സിലാണ് കൂടുതൽ കാണുന്നത്. അപ്പൊ അതൊരു ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് ഫാക്ടറാണ് നമ്മുടെ ടൈപ്പ് 1 ഡയബറ്റീസ് കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് തന്നെ. സ്പോർട്സിൽ നമ്മൾ CGM യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും തടസ്സങ്ങള് ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ ടെന്നീസിലാണെങ്കിൽ പോലും ഇദ്ദേഹം ആദ്യം 2022 ഇത് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതൊക്കെ നോക്കിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഡിസ്ക്വാളിഫൈ ചെയ്തു. പിന്നീട് ടെന്നീസിലെ നിയമങ്ങൾ അവർ മാറ്റി. ഇതുപോലെ ടെന്നീസ് മാത്രമല്ല, ക്രിക്കറ്റിലും ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവരുണ്ട്. ന്യൂസിലൻഡിന്റെ വിമൻസ് ടീമിന്റെ ക്യാപ്റ്റൻ വന്നിട്ട് ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള വ്യക്തിയായിരുന്നു. അവർ വേൾഡ് കപ്പിലേക്ക് കളിച്ചിട്ടുണ്ട്. മാത്രമല്ല സ്പെയിൻ എന്ന് പറഞ്ഞ കൺട്രിയിലെ ഒരു ഫുട്ബോൾ താരം അദ്ദേഹം 2018 കളിച്ചിട്ടുണ്ട്. അദ്ദേഹം ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവരാ. അപ്പോൾ സ്പോർട്സിൽ പങ്കെടുക്കുന്നതിലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളത്. നമുക്ക് ആകെയുള്ള പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലുള്ള ഷുഗർ ലെവൽസ് മോണിറ്റർ ചെയ്യണം. ഈ 2 കാര്യങ്ങൾ ചെയ്താണെങ്കിൽ അവർക്ക് ടെന്നീസും ഫുട്ബോളും മാത്രമല്ല മൗണ്ട് എവറസ്റ്റ് വരെ കീഴടക്കാനുള്ള അവർക്ക് തീർച്ചയായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം ടൈപ്പ് 1 ഡയബറ്റീസ് കമ്മ്യൂണിറ്റി ശരിക്കും വലിയൊരു ബൂസ്റ്റ് ആണ് കേട്ടോ. അതെ, താങ്ക് യു. വെൽക്കം.